ഇടുക്കി ചിന്നക്കനാലിൽ 1.5 ഹെക്ടർ ഭൂമി കൂടി സംരക്ഷിത വനമാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. 364.89 ഹെക്ടർ ഭൂമി സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം നിലനിൽക്കവെയാണ് പുതിയ നീക്കം. വനവിസ്തൃതി വർദ്ധിപ്പിച്ച് നാട്ടുകാരെ കുടിയിറക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പുതിയ നീക്കം എന്നതാണ് ഉയരുന്ന ആരോപണവും. രേഷ്മ ബാബുവാണ് ചേരുന്നത് വിവരങ്ങളുമായി. രേഷ്മ, വാർത്തയുടെ വിശദാംശങ്ങൾ. 2023 സെപ്റ്റംബർ 20-നാണ് ചിന്നക്കനാൽ വില്ലേജിലെ 7-8 ബ്ലോക്കുകളിലെ 364 ഹെക്ടർ ഭൂമി സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കിയത്. അത് പിന്നീട് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് വകവെച്ചു. അതായത് പ്രതിപക്ഷത്തിന്റെയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും പ്രതിഷേധം ഇതുകൂടി കണക്കിലെടുത്ത് ഈ നവകേരള സദസ്സ് ജില്ലയിൽ വരുന്നതിന് തൊട്ട് മുൻപ് ഈ കരട് വിജ്ഞാപനം സർക്കാർ അത് താൽക്കാലികമായിട്ട് മരവിപ്പിക്കുകയായിരുന്നു. വിവരാവകാശ രേഖകൾ പറയുന്നത് ഈ സർക്കാരിന്റെ കരട് വിജ്ഞാപനം പൂർണ്ണമായിട്ടും റദ്ദ് ചെയ്യാതെ തുടർ നടപടികൾ അത് താൽക്കാലികമായിട്ട് റദ്ദ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സർക്കാരിന്റെ ഒരു വിജ്ഞാപനം അത് മരവിപ്പിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും പുനർവിജ്ഞാപനം ചെയ്യുന്ന പക്ഷം നിയമപ്രകാരം കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സംയുക്ത തീരുമാനം ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് വിദഗ്ധർ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത്. അതിനിടയിൽ തന്നെയാണ് 1.5 ഹെക്ടർ ഭൂമി കൂടി സംരക്ഷിത വനമായി പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കം. ഈ നീക്കം എന്ന് പറയുന്നത് വനവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കുടിയിറക്കുക എന്നുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് ആക്ഷേപം നിലനിൽക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഒരു ജനകീയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് അടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. 1.5 ഹെക്ടർ ഭൂമി, അതായത് നേരത്തെ 364 ഹെക്ടർ ഭൂമി സംരക്ഷിത വനമായി പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും സംരക്ഷിത വനമായിട്ട് 1.5 ഹെക്ടർ കൂടി പ്രഖ്യാപിക്കാനിരിക്കുന്നത്. എന്തായാലും ഇത് നിലവിൽ ഇതിന്റെ നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതിന് മുന്നേ തന്നെ ജനകീയമായിട്ടുള്ള പ്രതിഷേധം ഉടലെടുത്തു കഴിഞ്ഞു. വനംവകുപ്പ് പറയുന്നത് നേരത്തെ തന്നെ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വനംവകുപ്പിന്റെ കുറച്ച് ഭൂമി വിട്ടുകൊടുത്തിരുന്നു. അതിന് പകരമായിട്ട് ലഭിക്കുന്ന ഭൂമി അത് സംരക്ഷിത വനമായിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് കേന്ദ്ര നിയമം വ്യക്തമാക്കുന്നതെന്നാണ് വനംവകുപ്പ് അധികാരികൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഒരു 1.5 ഹെക്ടർ ഭൂമി കൂടി സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിരവധി കുടുംബങ്ങൾ കുടിയിറങ്ങേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെതിരെ കടുത്ത നടപടികൾ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു കടുത്ത പ്രതിഷേധം കൊണ്ടുവന്ന് നടപടികൾ റദ്ദാക്കണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ജനകീയ സമിതി ഉയർത്തുന്നത്. അനു. ശരി രേഷ്മ.